Tazan Hamjith helps you grow by all accounts. Good morning, good afternoon, and good evening to all those who are listening my voice and watching our webinar across the globe in the various time zone. Warm welcome to Inspire Webinar Series Talk. Today we have a distinguished guest and business icon, Mr. Nawaz Miran sir. Sir, welcome to Tazan Hamjith webinar and welcome to all the participants to the webinar. My name is Muhammad Aslam. I am one of the director of Tazan Hamjith. Presently, I am joining with the meeting from Riyadh, Saudi Arabia. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഇൻസ്പയർ വെബിനാർ ടോക്കാണ് ടു ഹെൽപ്പ് ദ ബിസിനസ്മാൻ ആൻഡ് പീപ്പിൾ ഹു ആർ ടൈഡ് ഓവർ ദ കറണ്ട് സിറ്റുവേഷൻ. കഴിഞ്ഞ നമ്മുടെ ഇൻസ്പയർ വെബിനാറിൽ ഇറാം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് സാറായിരുന്നു മുഖ്യാതിഥി. ആ പരിപാടിയിൽ പങ്കെടുത്ത് സഹകരിച്ച എല്ലാവർക്കും ഞാൻ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. കഴിഞ്ഞ പ്രോഗ്രാമിലും ഇന്നത്തെ വെബിനാറിലും നമുക്ക് വളരെ നല്ലൊരു രജിസ്ട്രേഷൻ ഫീഡ്ബാക്ക് ആണ് ലഭിച്ചിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ എക്സലന്റ് റെസ്പോൺസ് ഫോർ ദ വെബിനാർ സീരീസ് ആൻഡ് TNS വിൽ ബി hosting more webinars in the upcoming days and you will be notified in the due course. ഇന്നത്തെ വെബിനാറിൽ നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഏവർക്കും സുപരിചിതനായ ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ നവാസ് മീരാൻ സർ അവറുകളാണ്. ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനി 1983 ആരംഭിച്ച് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഓഫ് സ്പൈസ് കമ്പനിയാണ്. കഴിഞ്ഞ 18 വർഷമായി ഈ സ്ഥാനം നിലനിർത്തി പോരുന്നു. സ്പൈസസ് ബിസിനസ്സിൽ തുടങ്ങി തികച്ചും വ്യത്യസ്തമായ വിവിധങ്ങളായ മേഖലകളിലൂടെയുള്ള നവാസ് സാറിന്റെ അനുഭവങ്ങളാണ് നമ്മോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്പൈസസ് ബിസിനസ്സിൽ ശേഷം മാട്രസ് ബിസിനസ്സിലേക്കും അതോടൊപ്പം തന്നെ ഡ്രിങ്കിങ് വാട്ടർ സംരംഭത്തിലേക്കും തുടർന്ന് എഡ്യൂക്കേഷൻ സെക്ടറിലേക്കും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്കും വ്യത്യസ്തമായ ട്രെഡ് റബ്ബർ രംഗത്തേക്കും എത്തിയ നവാസ് സാറിന്റെ ബിസിനസ് അനുഭവങ്ങളായിരുന്നു നമ്മോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ടോക്കിലൂടെ അദ്ദേഹം സംസാരിക്കുന്ന മേജർ 3 ഹെഡ് എന്ന് പറയുന്നത് ദ ജേർണി ടു ബിക്കമിങ് എൻ ഇന്റർനാഷണൽ ബ്രാൻഡ്, ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഓർ ഓവർകമ്മിങ് ചലഞ്ചസ് ഇൻ സ്റ്റാഫിംഗ് ആൻഡ് സപ്ലൈ ചെയിൻ. ഇന്നത്തെ ഈ ടോക്കിലൂടെ ഒരു കൺസൾട്ടൻസി ഫേമിൽ നിന്നുള്ള അഡ്വൈസും ഒന്നല്ല നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, മറിച്ച് നവാസ് സാറിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ തോട്ട്സും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ആയിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. And I have few more words to introduce Eastern Group of Company. Just I'll read. The Eastern Group of Company have a strategic alignment with the US spice giant McCormick Company. Eastern have their presence in countries like Middle East, UK, US, Australia. Eastern condiments in India's #1 and world's #2 ranked spices processing company by volume. Mr. Nawaz Miran, holding the position of, he is the director of KICDC, Kerala State Industrial Development Corporation. He was a past chairman of the Confederation of Indian Industry, CII, Southern Region. He also a co-chair of Innovation Entrepreneurship Council, CII, National Council. He one of the member of the Economic Growth and Investment Council, CII, Southern Region. Mr. Nawaz Miran, also a chairman of the M.E. Miran Foundation for Entrepreneurship and Leadership for Innovation. Welcome, Mr. Nawaz Miran sir, once again for the webinar series. Thank you very much. Thank you, team members of Tazan Hamjith, and welcome all the participants who have been part of this webinar. I am talking to you. ഈ സമയം ഒരു പ്രസിഡൻസ് ഇല്ലാത്ത ഒരു സമയമാണ്. നമ്മൾ മുൻപ് ഉള്ള എഴുതി വെച്ച എക്സ്പീരിയൻസുകൾ കൊണ്ടും ഒന്നും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊരു ബിസിനസിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടുകളും രീതികളെല്ലാം മാറി മറിയുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നത്. എസ്പെഷ്യലി ഡിമാൻഡിന്റെ ഷ്രിങ്കേജ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ റിലവൻസ്, ആ ബിസിനസ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അതിന്റെ റിലവൻസിനെ കുറിച്ച്
ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരു ഡിജിറ്റലി എനേബിൾഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സാഹചര്യം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ബിസിനസ് കണ്ടിന്യൂറ്റി റിസ്ക് കൂടും എന്നുള്ളത് നമുക്ക് ഈ കാലയളവിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സംസാരത്തിന് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും മുൻപ് നമ്മൾക്ക് സക്സസിന് കാരണമായിട്ടുള്ള പല കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു പോസിറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നിരുന്നാലും എക്സ്പീരിയൻസ് അതെല്ലാം നമുക്ക് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ 3 ടോപ്പിക്കാണ് ഇവിടെ പ്രതിപാദിച്ചത്. അപ്പോൾ ആ 3 ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ടച്ച് ബേസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആൻസർ ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മളുടെ ബിസിനസിന്റെ റിലവൻസ്. നമ്മൾ എന്ത് ബിസിനസ്സിലേക്ക് കടക്കുന്നു ആ ബിസിനസിന്റെ റിലവൻസ് വളരെ അധികം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഗ്രോസറി ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾ അതിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലേക്ക് വന്നു. അന്ന് ഇവിടെ ഉള്ളതിൽ എൻ്റെ ഏജ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം, പണ്ട് മൈസൂർ ലാൻഡ്സ്, കേരള സോപ്സ് ആൻഡ് ഓയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കമ്പനികൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷനുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നു, നെസ്ലയുടെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സും കൂടി 1973 അത് തുടങ്ങിയത്. 80കളുടെ ആദ്യമാണ് എന്ത് ബിസിനസ്സിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചൊരു ഇനി എന്ത് ഡൈവേഴ്സിഫിക്കേഷൻ വേണം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ പിതാവ് ചിന്തിക്കുകയും അങ്ങനെ 1983 നമ്മള് ഈ മസാല അല്ലെങ്കിൽ കറി പൗഡർ മാനുഫാക്ചറിങ്ങിലേക്ക് വന്നത്. ആ ഒരു കാലഘട്ടത്തില് വീടുകളിൽ മുളക്, മല്ലി, മഞ്ഞൾ പോലുള്ള സാധനങ്ങൾ വാങ്ങി അരച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് മിക്കവാറും വീട്ടിലെ ഹെഡ് ഓഫ് ദ ഹൗസ് ആയിരിക്കും ഏർണിംഗ് മെമ്പർ. വീട്ടില് പഠിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി വീട്ടില് ഭാര്യമാരൊന്നും പണിക്ക് പോകുന്നതോ അല്ലെങ്കിൽ പുറത്ത് വേറൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതൊന്നും ആ കാലഘട്ടത്തിൽ അത്ര വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് സമയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ഈ പറഞ്ഞ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങി അരച്ച് ഉപയോഗിച്ചിരുന്നു. ആ കാലഘട്ടം പതുക്കെ മാറാൻ തുടങ്ങിയ സമയത്താണ് നമ്മൾ പൗഡർ ചെയ്ത പ്രോഡക്റ്റുകൾ പാക്കറ്റിലാക്കി കൊണ്ടുവരുന്ന ബിസിനസ്സിലേക്ക് കടന്നു. അപ്പൊ അന്ന് ആ ബിസിനസ്സിന് ഒരു വലിയ റിലവൻസ് തുടങ്ങി, ആ ഡിമാൻഡ് തുടങ്ങുന്ന ഒരു സമയത്ത് ഇതിന്റെ കൂടെ വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വൺ ഓഫ് ദ റീസൺസ് ഫോർ വാട്ട് എവർ വി ആർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അത് കഴിഞ്ഞ് ഒരു 86-87 കാലഘട്ടത്തില് ആണ് നമ്മള് ഈ ചിക്കൻ മസാല, സാമ്പാർ മസാല, മീറ്റ് മസാല പോലെയുള്ള പ്രോഡക്റ്റുകളിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പല വീടുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല വീടുകളിലും പാചകം എന്ന് പറയുന്നത് പല കുട്ടികൾക്കും ഒരു സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇത് ഈ എന്താ പറയാ നല്ല ഭക്ഷണമാണ് ഒരു കുടുംബത്തിലെ ഒരു വീടിന്റെ സന്തോഷത്തിന്റെ ആദ്യ കാരണം എന്ന് പറയുന്നതിനെ എങ്ങനെ അതിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതേപോലുള്ള റെസിപ്പി ഓറിയന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, വലിയ രീതിയിലുള്ള എക്സ്പെർട്ടൈസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അവരുടെ കുക്കിംഗ് ഈസി ആക്കാനായിട്ട് സാധിക്കുന്ന പ്രോഡക്റ്റുമായിട്ടാണ് ഞങ്ങൾ 88-ൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് ഞങ്ങൾ വന്നത്. അങ്ങനെ ഒരു റിലവൻസ് ഉള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്നു എന്നുള്ളതായിരിക്കാം
ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബിസിനസ്സിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. 1988 വരെ 1988 വരെ നമ്മൾ കടകളിൽ കടം കൊടുക്കുകയും 15 ദിവസത്തിലൊരിക്കൽ കടകളിൽ പോവുകയും അവിടെ കടം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ 88-ലായപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് വല്ലാതെ കൂടി. അപ്പൊ അത് വല്ലാതെ കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ തീരുമാനിച്ചു, ഈ ഇതുവരെയുള്ള കടം കൊടുക്കലൊക്കെ മതി, ഇനി മുമ്പോട്ടുള്ള ബിസിനസ് ക്യാഷിന് തന്നെ ചെയ്യണം എന്ന ഒരു ധാരണ, അദ്ദേഹത്തിന് ഒരു തീരുമാനം വരികയും ആ തീരുമാനത്തിന്റെ പുറത്ത് 1988 ഞങ്ങളുടെ ക്രയവിക്രയങ്ങളെല്ലാം തന്നെ, അതായത് ഞങ്ങളുടെ ബിസിനസ് ഈ ക്രെഡിറ്റ് ഓറിയന്റഡിൽ നിന്ന് മാറി ക്യാഷ് ഓറിയന്റഡ് ആക്കി മാറ്റാനായിട്ട് സാധിച്ചു. അതിനുശേഷമാണ് ശരിക്കും ഞങ്ങൾക്ക് ഗ്രോത്ത് വന്നത്. ഇന്ന് വിൽക്കുന്ന ചരക്കിന്റെ കാശ് ഇന്ന് തന്നെ കിട്ടുന്നു. ആ കാശ് ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് റോ മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ അത് ബിസിനസിനെ വളരെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിന് ഉപകാരത്തിൽപ്പെട്ടു. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ നേരിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ കടകളിലും നേരിട്ട് പോകുന്നു. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നേരിട്ട് ഈ കടകളിൽ എത്തി ചരക്കുമായി ആ ചരക്ക് വിറ്റ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച തിരിച്ചു വരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഫോം ചെയ്തത്. അതിനൊരു ഗുണം ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റർമീഡിയറികളൊന്നും ഇല്ലാതെ തന്നെ ഈ ഇൻഫർമേഷൻ, അതായത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആയാലും പ്രോഡക്റ്റിന്റെ പ്രൈസിങ് ആയാലും എല്ലാം ഒരു സമയാധിഷ്ഠിതമായിട്ട് നമ്മളുടെ അടുത്ത് എത്തുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റ് ആയിരുന്നത് കൊണ്ട് വേറൊരു ഗുണവും നമുക്ക് കിട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓരോ ആഴ്ചയിലും ഇത് ഇപ്പൊ ഞങ്ങളുള്ള ബിസിനസ് മുളകും മല്ലി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഇതിന്റെ വില മാറും. അപ്പൊ ആ മാറുന്നതിനനുസരിച്ച് വില കൂട്ടിയും വില കുറച്ചും മാർക്കറ്റിൽ എത്താനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായിരുന്നു നമ്മളുടെ ഒരു ഗ്രോത്തിന്റെ വൺ ഓഫ് ദി മേജർ റീസൺ. ഇതിന്റെ എല്ലാം ഒപ്പം തന്നെ തുടങ്ങിയ ബിസിനസ് ലാഭകരമായി ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഇതിനെ വലുതാക്കാനായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ ഞാനും എൻ്റെ സഹോദരനുമാണ് ബിസിനസിന്റെ തലപ്പത്തുള്ളത്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഞങ്ങൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് ഇരിക്കേണ്ടത് കാര്യം വരുന്നില്ല. കാരണം ഇതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എൻ്റെ പിതാവ് വളരെ മുൻപ് തന്നെ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന വില 100 രൂപ വിലയുള്ള ഒരു സാധനം ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 10 കിലോ എടുക്കുന്ന ആളുണ്ടാവും, 50 കിലോ എടുക്കുന്ന ആളുണ്ടാവും, 100 കിലോ എടുക്കുന്ന ആളുണ്ടാവും. ഈ 3 പേർക്കും അതിനൊരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ആ ഡിസ്കൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 100 മുതൽ 200 വരെ കിലോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ആണെങ്കിൽ അടുത്ത സ്ലാബ് 3 സ്ലാബ് ഉള്ളത്, ആ 3 സ്ലാബും വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങളായിട്ട് നേരിട്ട് ഇടപെട്ട് ഏതെങ്കിലും കടക്കാരുമായിട്ട് സംസാരിച്ച് ഒരു ബിസിനസ് ഉണ്ടാക്കണ്ടയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു തീരുമാനം എടുക്കേണ്ടയോ ആവശ്യം വരുന്നില്ല. കടക്കാർക്കും അറിയാം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞങ്ങൾ ഇങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര സ്കെയിൽ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. രണ്ടാമതൊരു കാര്യം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ചരക്ക് നമ്മളുടെ ഗോഡൌണിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് മോശമാണെങ്കിൽ സാധാരണ രീതിയിൽ നാട്ടിലുള്ള ഒരു നടപ്പ് പ്രാക്ടീസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മോശം സാധനമാണെങ്കിൽ ആ ചരക്ക് അയച്ച ആളെ വിളിച്ചു പറയും ഈ ചരക്ക് മോശമാണെന്ന്. അപ്പൊ അയാൾ പറയും എന്നാൽ ശരി ഒരു 10-20% കുറയ്ക്കാൻ പറയും. അതാണ് സാധാരണ ഒരു രീതിയിലുള്ള നടപ്പ്. പക്ഷെ നമ്മളുടെ ഓർഗനൈസേഷനിൽ
നമുക്ക് പറ്റിയ സ്പെക്ക് അല്ലാതെ ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് തിരിച്ചു വിടുകയല്ലാതെ, അതിപ്പോ രാജസ്ഥാനിൽ നിന്ന് വന്ന ചരക്കാണെങ്കിൽ കൂടി അത് തിരിച്ചു വിടുകയല്ലാതെ നമ്മൾ അവിടെ അൺലോഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മളുടെ ഈ ബിസിനസ്സിലുള്ളത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളിലും ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല. ഇതെല്ലാം ഈ ടീമിന്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കാണ്. എന്താണ് ടീമിന്റെ റിക്വയർമെന്റ് എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കേരള സെയിൽസ് ഹെഡ് ചെയ്യുന്ന ആള് 450 കോടി രൂപയ്ക്ക് മുകളിൽ സെയിൽസ് മാനേജ് ചെയ്യുന്ന ആൾ ഒരു ലേഡിയാണ്. 33 വർഷമായിട്ട് ഓർഗനൈസേഷന്റെ കൂടെയുള്ള ആളാണ്. ഈ ആൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ബികോം ആണ്. പക്ഷെ ഇതിന്റെ ഈ പ്രോസസ്സ് ഫൈൻ ട്യൂൺ ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് ആർക്കും ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സാധനം. പക്ഷെ ഇതിനെ പെർഫെക്റ്റ് ചെയ്യാനായിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ വേണ്ട രീതിയിൽ പെർഫെക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും 600ഓളം വരുന്ന കേരളത്തിലെ സെയിൽസ് ടീം, 600ഓളം വരുന്ന മെയിൽ സെയിൽസ് ടീം, ഒരു 150ഓളം വരുന്ന മെർച്ചൻഡൈസിങ് ലേഡി ടീമും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലേഡിയുടെ അടുത്താണ്. അതേപോലെ തന്നെ ആണ് നമ്മളുടെ ഫാക്ടറി പ്രൊഡക്ഷനിലുള്ള ഇതിൽ തന്നെ വിമൻ, ലോട്ട് ഓഫ് വിമൻ വർക്കേഴ്സ് ആർ ദേർ. അവിടെയും നമുക്ക് ആൾക്കാര്, ലേഡി മാനേജേഴ്സ് ഉണ്ട്. എക്സ്പോർട്സിന്റെ ബാക്ക് എൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ബിൻസി എന്ന് പറയുന്ന ലേഡി, അവരെല്ലാം തന്നെ വർഷങ്ങളായിട്ട് ഇത് ഈ പ്രോസസ്സിന്റെ പ്രത്യേകത കൊണ്ട് ഈ ബിസിനസ്സിനെ വളരെ നല്ല രീതിയിൽ ഓടിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ആ എക്സ്പെക്ടേഷൻ അനുസൃതമായിട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരു വലിയ IIM പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ട് വേണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ മൊത്തത്തിലുള്ള യാത്രയെ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ രീതിയിലും ഞങ്ങൾ കടന്നു വന്ന വഴികൾ ഈ രീതിയാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തത്. ഇനി ബിസിനസ് മോശമില്ലാത്ത രീതിയിലേക്ക് വന്നു, മോശമില്ലാത്ത ക്യാഷ് ഫ്ലോ കയറി വന്നു. അപ്പോൾ ക്യാഷ് ഫ്ലോ അല്ലാതെ കയറി വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ സംഭവിക്കാവുന്ന കുഴപ്പങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായി. അപ്പൊ സാധാരണ രീതിയിൽ ആൾക്കാർ സ്ഥലം വാങ്ങിച്ചിടുക ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾ കൂടുതൽ ബിസിനസ്സുകൾ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷന്റെ ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനോട് അനുബന്ധമായിട്ടുള്ള ബിസിനസ് അല്ല എങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോകരുത്. ഇനി ഡൈവേഴ്സിഫൈ ചെയ്തു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ഒരു വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, ഏറ്റവും ചുരുങ്ങിയത് 15 വർഷമെങ്കിലും പ്രാഗൽഭ്യം തെളിയിച്ച് ഉള്ള ആൾക്കാർ ആയിരിക്കണം അത് ഹെഡ് ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കോർ ബിസിനസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും, എനിക്കത് നോക്കാൻ പറ്റും. ഉള്ള 2 കണ്ണും 2 കാലും ഒക്കെ ഉപയോഗിച്ച് എനിക്ക് അതിൻ്റെ പുറകെ നടക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ മെയിൻ ബിസിനസ്സിൽ മാത്രമേ എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ. എല്ലാ ബിസിനസ്സിലും നമുക്ക് ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നത് കുറച്ച് ഒരു അമിതാവേശമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷൻ പലതും ആ പട്ടികയിൽ പെട്ടു. ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ്, ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ് ഒരു ലിസ്റ്റഡ് കമ്പനി അല്ല, അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്.
ഞങ്ങളുടെ ഫസ്റ്റ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്ന ഈസ്റ്റേൺ ട്രെഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അത് ആ ബിസിനസ്സിൽ വരാനുണ്ടായ കാരണം ഞങ്ങളുടെ ഏരിയ, ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ റബ്ബർ പ്രൊഡക്ഷൻ വളരെ കൂടുതലുള്ളതുകൊണ്ട് ആ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിലാണ് അതിനകത്ത് വരാനുണ്ടായ കാരണം. പക്ഷേ അത് ഞങ്ങളുടെ കോർ ഇൻഡസ്ട്രിയുടെ ഭാഗമല്ലാതിരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം അവിടെ കുറച്ച് സമയം ഇവിടെ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടിയിട്ടില്ല എന്ന് വേണം എനിക്ക് പറയാനായിട്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പിന്നീട് പല ഡൈവേഴ്സിഫിക്കേഷൻസ് നമ്മൾ നടത്തിയത്. അത് സുനിദ്ര ബെഡ്, ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്തു. അതിപ്പോഴും ഒരു 100 കോടിക്ക് താഴെ മാത്രം നിൽക്കുന്ന ഒരു ബിസിനസ്സായിട്ട് അങ്ങനെ നിൽക്കാം. എന്നാൽ ഞങ്ങളുമായിട്ട് ബന്ധമുള്ള സ്ഥലത്ത് ഞങ്ങളൊരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയത് ഈസ്റ്റി എന്ന ബ്രാൻഡാണ്. ഇപ്പൊ തേയില നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ FMCG കമ്പനികളായ യൂണിലിവറും ടാറ്റ ഗ്രൂപ്പും എല്ലാം തേയിലയിൽ വലിയ രീതിയിൽ, എനിക്ക് തോന്നുന്നു അവരുടെ കമ്പൈൻഡ് ടേൺ ഓവർ ഒരു 15,000 crores ആയിരിക്കും തേയിലയിൽ. ആ ഇൻഡസ്ട്രിയിൽ അത്രയും ശക്തരായിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ തേയില ബിസിനസ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് ഞങ്ങൾക്കൊരു 100 കോടി രൂപയിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അത് അപ്പൊ ഞാൻ ആ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്, നമ്മളുമായിട്ട് ബന്ധമുള്ള സ്ഥലത്ത് നമുക്കൊരു സിനർജി ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. അതേസമയം പുതിയൊരു ബിസിനസ്സിലാണോ നമുക്ക് എന്തെല്ലാം ഉണ്ട് അതൊന്നും പൈസ അല്ലാതെ ബാക്കി ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത ഒരു സാഹചര്യം നമുക്ക് വരും. അതൊരു വലിയ ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് കൂടാതെ എന്തുകൊണ്ട് മറ്റ് ബിസിനസ്സുകൾ, ഇപ്പോൾ ഞങ്ങൾക്ക് 97 ആണ് നമ്മള് അന്ന് SB ബില്ലിമോറിയ എന്ന് പറയുന്ന ഓഡിറ്റ് ഫേമിനെ നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അവര് 3 വർഷം ഇന്റേണൽ ഓഡിറ്റ്സും കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് അവർ നമ്മളുടെ ഓഡിറ്റേഴ്സ് ആയിട്ട് മാറുന്നത്. 2000-ന് ശേഷമാണ് അവർ നമ്മുടെ ഓഡിറ്റേഴ്സ് ആയിട്ട് മാറുന്നത്. നമ്മളൊരു ഓർഗനൈസേഷൻ വലുതാവുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ അതായത് സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ വരവ് കാശും ചെലവ് കാശും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കണം, എല്ലാ മാസവും എടുക്കണം എന്നൊക്കെ നമ്മൾ ഇത് ചെയ്യും. ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ നോക്കി കഴിയുമ്പോൾ ഇന്ന് വേൾഡ് ഓവർ ഒരു 0 ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലെഗസി ആയിട്ടുള്ള കുറെ ബാഗേജുകളുണ്ട്. അത് പല കാലത്ത് പല കാര്യങ്ങൾ കൊണ്ടും നമ്മളെടുത്ത തീരുമാനങ്ങൾ കൊണ്ടുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഇന്നത് റീലുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ്. അതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു മന്ത്ലി പി ആൻഡ് എൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഒരു മാസത്തെ എക്സ്പെൻസ് നമ്മൾ നോക്കുക. അങ്ങനെ നോക്കി കഴിയുമ്പോൾ സാധാരണ രീതിയിൽ 100% ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു 25% ബിസിനസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ ആ ഓർഗനൈസേഷൻ ലോസിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കാലങ്ങളായിട്ടുള്ള നമ്മളുടെ എക്സ്പെൻഡിച്ചറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഏകദേശം ആ ഒരു ലെവലിലേക്കൊക്കെ ആയിരിക്കും നമ്മളുടെ എക്സ്പെൻഡിച്ചറുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തില് നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത്, പല എക്സ്പെൻസുകളും നമ്മൾ ഇന്ന് കുറച്ചേ മതിയാവും. നമുക്ക് പലപ്പോഴും എന്താ പറയുക, ആ ഇമോഷണൽ സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാകണം. റൂത്ത്ലെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ റൂത്ത്ലെസ് ആകാം. ഇനി
നയപരമായ റൂത്ത്ലെസ്നെസ് ആണെന്ന് ചോദിച്ചാൽ നയപരമായ റൂത്ത്ലെസ്നെസ്സും ആകാം. കാരണം ബിസിനസ് ഇനി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ചിട്ടയും കാര്യങ്ങളും നമുക്ക് ഉണ്ടായേ മതി. അപ്പോൾ P&L എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് മാസം എടുത്ത് ബഡ്ജറ്റും ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽസും നമുക്ക് ചെക്ക് ചെയ്ത് ഓർഗനൈസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റണം. അപ്പൊ ഞാൻ ഈ SB ബില്ലിമോറിയുടെ കാര്യം പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രോപ്പറാക്കി അതും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമാക്കി മാറ്റി SB ബില്ലിമോറിയെ പിൽക്കാലത്ത് ഡെലോയിറ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഏറ്റെടുത്തു. അങ്ങനെ പിന്നീട് ഞങ്ങൾ ഏകദേശം 2018 വരെ ഡെലോയിറ്റ് ആയിരുന്നു ഞങ്ങളുടെ ഓഡിറ്റ് നോക്കുന്നത്. ഇപ്പോ ഏണസ്റ്റ് ആൻഡ് യങ്ങാണ് നമ്മുടെ ഓഡിറ്റ്സ് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബിസിനസ് നന്നായി പോകണമെങ്കിൽ അതിന്റെ 360 ഡിഗ്രി നന്നാവണം എന്ന് പറയുമ്പോൾ, ഒന്ന് ആദ്യമായിട്ട് ഞാൻ പറയുന്നു, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് റിലവൻസ് ഉണ്ടാവണം. ഈ കാലത്തിന് അനുസൃതമായിരിക്കണം, കാലത്തിന്റെ ആവശ്യമായിരിക്കണം. ഒന്ന്. രണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവിടെ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനെ ബേസ് ചെയ്ത് അത് ഓടിക്കാൻ പറ്റിയ പ്രാപ്തരായ ആൾക്കാർ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. ആൾക്കാർ കൂടാനും പാടില്ല, ആൾക്കാർ കുറയാനും പാടില്ല. എന്നാൽ അത്യാവശ്യം വേണ്ട ആൾക്കാർ ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ഇത് കൂടാതെ എല്ലാ മാസവും നമ്മൾ ചെയ്യുന്ന, നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വരവും ചെലവും തമ്മിൽ നോക്കി അതിന്റെ കൃത്യത നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കണം. കോഴ്സ് കറക്ഷൻ, അതായത് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെല്ലാം ചെയ്യണം എന്ന്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെല്ലാം ചെയ്താൽ കൂടുതൽ കസ്റ്റമർ അക്വിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഒരു 360 ഡിഗ്രിയിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ബിസിനസിന്റെ ഓവറോൾ ഡെവലപ്മെന്റിനും ഇംപ്രൂവ്മെന്റിനും വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും എന്നുള്ളത്. ഞങ്ങൾ എടുത്ത ഒരു സ്ട്രാറ്റജിക് ഡിസിഷനുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഡിസിഷൻ എന്ന് പറയുന്ന മെക്കോർമിക് എന്ന് പറയുന്ന US, അതായത് വേൾഡിലെ ഏറ്റവും കൂടുതൽ സ്പൈസ് പ്രോഡക്ട്സ് വിൽക്കുന്ന അവരുമായിട്ടുള്ള ഒരു ടൈപ്പാണ്. അവര് നമ്മളുടെ കമ്പനിയിൽ 26% ഓഹരി പങ്കാളിത്തം എടുക്കേണ്ടേ. മെക്കോർമിക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മള് വേൾഡ് ഓവർ ഈ ബിസിനസ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കാണുമ്പോൾ ഒരു ഇന്ത്യൻ ബിസിനസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഏതെല്ലാം രീതിയിലാണ് ഈ ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകുന്നതെന്ന് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. രണ്ടാമത്, ഇവരുടെ ഒരു ഗവേണിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഗവേണിംഗ് സിസ്റ്റം നമ്മളുടെ ഓവറോൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ചെക്സ് ആൻഡ് കൺട്രോൾസും അക്കൗണ്ടബിലിറ്റി എല്ലാം ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് വളരെ കൂടുതലാണ്. അത് സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു തെറ്റ് പറ്റിയത് നമ്മുടെ നോർമൽ കേസിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന ആളല്ലേ ക്ഷമിച്ചു കളയാന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടുപോകും. വേറാസ് when the organization becomes bigger, ഓരോ ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഓരോരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി പൂർത്തീകരിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എന്നും ഒരു പ്രോബ്ലം ആയിരിക്കും. അങ്ങനെയുള്ള പല വീക്ക് ലിങ്ക്സ് ആയിരിക്കും നമ്മുടെ ഓർഗനൈസേഷന്റെ തളർച്ചയ്ക്ക് കാരണം. അപ്പോൾ ഇതൊക്കെയാണ് മെക്കോർമിക് പോലുള്ള ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള ടൈപ്പ് കൊണ്ട് നമുക്ക് ഉണ്ടായ ഗുണം. അത് കൂടാതെ അതിനോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഞങ്ങൾക്ക് സാധിച്ചതും അതിനുശേഷമാണ്. നമ്മളുടെ ഇനിയുള്ള കാലത്ത് ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്ന വേളയിൽ ഇനിയുള്ള കാലത്ത് ട്രാവലിന്റെ ഫ്രീക്വൻസി കുറയും എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്തിരുന്ന് നമ്മൾ സംസാരിക്കുകയാണ്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട്.
ഇതിനു വേണ്ടിയിട്ട് ഞാൻ സൗദി വരെ വരണ്ടയോ അല്ലെങ്കിൽ ദുബായ് വരെ വരികയോ അല്ലെങ്കിൽ ഡൽഹി വരെ പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് ഹോട്ടൽ ഇൻഡസ്ട്രീനെയും ട്രാവൽ ഇൻഡസ്ട്രീനെ എല്ലാം ബാധിക്കും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ അറ്റ്മോസ്ഫിയർ നമ്മളുടെ ബിസിനസ് കണ്ടിന്യൂറ്റിക്ക് ആവശ്യമാണെന്നുള്ള കാര്യം ഇപ്പൊ സംശയമില്ലാതെ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് സൂമിന്റെ അവർക്ക് ആനുവൽ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ 40 മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ഓഫ് ആവുന്ന ഓഫീസ് വർക്ക്. അപ്പൊ നമ്മൾ ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു. ഞങ്ങളുടെ രാജസ്ഥാനിലുള്ള ഫാക്ടറിയിലേക്ക് ഇന്ന് ഫിനാൻസിൽ നിന്ന് ഒരാൾ പോകുന്നു, നാളെ ക്വാളിറ്റിയിൽ നിന്ന് ഒരാൾ പോകുന്നു, അടുത്ത ദിവസം ടെക്നിക്കൽ ആൾ പോകുന്നു. ഇത് ആൾക്കാരിങ്ങനെ പോകുന്നു. ഞാൻ നോക്കി കഴിയുമ്പോൾ ഏകദേശം 70 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഒരു മാസം ട്രാവൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഈ 70 ലക്ഷം രൂപയിൽ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 25 ലക്ഷം രൂപയിൽ അത് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പാറ്റേൺ ഓഫ് എക്സ്പെൻസുകളെല്ലാം ഇനി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. ഡിജിറ്റലി നമ്മളുടെ ഓർഗനൈസേഷനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് മുമ്പോട്ടുള്ള യാത്രയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമായിട്ട് മാറുകയാണ്. അത് ടീം മീറ്റിംഗ് ആയാലും ശരി, അതേപോലെ തന്നെ പുതിയ മോഡലുകൾ, കുറേയധികം പുതിയ മോഡലുകൾ ഇപ്പോൾ എമർജ് ചെയ്യാണ്. ഈ ഡിജിറ്റൽ ഇതില് ഞാൻ കാണുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇപ്പോൾ നമ്പർ ഓഫ് ആൾക്കാർ ഓഫീസിൽ വരുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന എറണാകുളത്തെ എൻ്റെ ഓഫീസിൽ ഏകദേശം 247 പേര് വരുന്നുണ്ട്. ഇതിനകത്ത് പലരും ആഴ്ചയിൽ ഒരു ദിവസം വരേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള ദിവസം അവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. കാരണം നെറ്റ്വർക്ക്ഡ്, ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അവരിവിടെ വരേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് 45,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഓഫീസ്, നാളെ എനിക്ക് 20,000 അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഡിജിറ്റൽ ഇക്കോസിസ്റ്റം നമുക്കൊരു പുതിയ മോഡല്, ഒരു ന്യൂ മോഡലിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞങ്ങളുടെ ഈ ബിസിനസിന്റെ ഒരു നോർമൽ മിനിറ്റ്, ഇത് സൂചിപ്പിച്ചപ്പോൾ തന്നെ വേറൊരു ഈ ന്യൂ മോഡലിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി. ഇപ്പോൾ വേൾഡ് ഓവർ 20% ആൾക്കാരാണ് അർബൻ സിറ്റീസിൽ താമസിക്കുന്നത്. അപ്പൊ ഈ 20% ആൾക്കാർ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും മോഡൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യണ്ടെന്നും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്നും എല്ലാം മനസ്സിലാകും. ഇതേ സെയിം സാധനം മാനുഫാക്ചറിങ്ങിലും വരും. അതായത് വലിയ ഹൈ എൻഡ് ഇപ്പോൾ 25 കോടി 50 കോടിയൊന്നും രൂപ മുടക്കി ഫാക്ടറി ഇടണ്ട എന്ന് ഉള്ള സ്ഥലങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രാമങ്ങളിലേക്ക് ഈ പ്രോസസ്സിങ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാലറി കൊണ്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് കിട്ടും. ഇപ്പൊ ബാംഗ്ലൂർ സിറ്റിയിൽ ഉള്ള ഒരു ഫാക്ടറിയിൽ ജോലി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു 30,000 രൂപയെങ്കിലും കിട്ടിയാലേ അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ക്വാളിറ്റി ഉള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേസമയം അത് ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അത് നേരെ ഒരു 60% അല്ലെ 50% വരികയും അയാൾക്കൊരു ക്വാളിറ്റി ലൈഫ് കിട്ടുകയും അയാളുടെ ഇപ്പൊ ബാംഗ്ലൂർ, ഇപ്പൊ പല സ്ഥലങ്ങളിൽ, ബാംഗ്ലൂർ അല്ലെങ്കിലും മേജർ ടൗണുകളിലൊക്കെ തന്നെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് 1.5 മണിക്കൂർ രാവിലെയും 1.5 മണിക്കൂർ വൈകുന്നേരം എല്ലാം യാത്ര ചെയ്തിട്ടാണ് ആൾക്കാർ ജോലിക്ക് പോകുന്നത്. അപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എവിടെയാണ് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്.
കാരണം ഇപ്പൊ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ സപ്ലൈ ചെയിൻ ആണ്. അപ്പൊ സപ്ലൈ ചെയിനിന്റെ ഈ ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ നമുക്ക് ഉണ്ടാകണം. കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്കിന്നൊരു ലോഡ് ചരക്ക് എനിക്ക് ബാംഗ്ലൂർക്ക് അയക്കാനുണ്ടെങ്കിൽ, ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഈ സ്ഥലത്തേക്ക് വരാവുന്ന ചരക്ക് അയക്കാൻ ആവശ്യമുള്ള ഏതെങ്കിലും ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതൊരു ഫിക്സ്ഡ് കോൺട്രാക്റ്റ് ആയി മാറി. മറ്റേത് ഇവിടുന്ന് പോകുന്ന ലോറിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് ലോഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഓടി ഓസൂർ വന്നാലായിരിക്കും ലോഡ് കിട്ടുക, ചിലപ്പോൾ സേലത്ത് വന്നാലായിരിക്കും കേരളത്തിലേക്കുള്ള ലോഡ് കിട്ടുക. അപ്പോൾ ഈ ഇൻഎഫിഷ്യൻസീസ് മാറും, ആംബിക്വിറ്റീസ് മാറും, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനിൽ ഓടിക്കാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ കോസ്റ്റിനെ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, ഇന്ന് ലോറികൾ കുറവുള്ള ദിവസമാണെങ്കിൽ എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചിലപ്പോൾ ഒരു 10, 15, 20% ചിലപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ട്രക്കിൽ കൂടുതൽ പോകാനായിട്ടുള്ള സാധ്യത വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് വരാനായിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് നമുക്ക് വേണ്ടി വരും. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബിസ്ക്കറ്റിന്റെ സെയിൽസ് കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസ്ക്കറ്റിന്റെ സെയിൽസ് കുറയില്ല. പക്ഷെ പാർലേജി കൂടുതൽ വാങ്ങിക്കും, പക്ഷെ ഓറിയോ വാങ്ങിക്കണമെന്നില്ല. കാരണം കയ്യിൽ വരുന്നപ്പോ ഈ ആൾക്കാരുടെ കയ്യിൽ കാശ് കുറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആംബിഗ്വിറ്റി വരുന്ന സമയത്ത് ആൾക്കാർ സേവിങ്സിലേക്ക് കൂടുതൽ പോകും. കരുതൽ പണം നീക്കി വയ്ക്കും. കാരണം നാളെ ഇതേപോലെ ഇപ്പോ കോവിഡ് വന്നു, ഇനി ഒരു 5 or 6 മാസം ശമ്പളം ഇല്ലാതെ ജീവിക്കേണ്ട വന്നാൽ എന്ത് ചെയ്യും എന്നാലോചിക്കുന്ന ഒരാള് കരുതൽ പണം കരുതും. അപ്പൊ അങ്ങനെ കരുതുന്ന ഒരു സമയത്ത് നമ്മളുടെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കില്ല വയ്ക്കുക. കാരണം ആ ഡിസ്ക്രിഷണറി ഇത് എന്നുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, കുറേയധികം ഓർഗനൈസേഷനുകളിൽ ആൾക്കാരുടെ എണ്ണം കുറയും, ആൾക്കാരെയൊക്കെ മാറ്റേണ്ടതൊക്കെ ആയിട്ട് വരും, ചിലപ്പോൾ ലേ ഓഫ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടി വരും. ഇതെല്ലാം വളരെ കരുതലോടുകൂടി മുമ്പോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്ത് കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വേണം കാര്യങ്ങൾ കാണാനായിട്ട്. അല്ലാതെ നമ്മൾ മാത്രം ജീവിക്കുകയും നമുക്ക് മാത്രം നല്ലതെന്ന് കാണുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മാറി കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന്റെ പിന്നിലുള്ളത്. അടുത്തൊരു അവസരം എന്ന് പറയുന്നത്, മിക്കവാറും പുറം രാജ്യങ്ങളിൽ, ഇപ്പോൾ ചൈനയിലുണ്ടായിരുന്ന കുറേയധികം ഫാക്ടറികൾ ചൈനയിൽ മാത്രം അധിഷ്ഠിതമായിരുന്നത്, ചൈന കൂടാതെ വേറൊരു ഡെസ്റ്റിനേഷനും കൂടി ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി വേണം എന്ന്. അതായത് എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം കുറച്ച് തമാശക്കാണെങ്കിൽ പറഞ്ഞ്, കിഡ്നി എന്തിനാ 2 എന്ന് ചോദിച്ച പോലെ, രണ്ടും ആവശ്യമാണ്, ഒന്ന് നിന്നാൽ അടുത്തതെന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞ പോലെ ഈ ഫാക്ടറികളെ ചൈനയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഉണ്ട്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു വലിയ ഇനിഷ്യേറ്റീവാണ്. ആ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് കുറേയധികം ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നു. കാരണം ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൽ തന്നെയാണെങ്കിൽ ഇൻകം ടാക്സ് 15% കുറച്ചിട്ടുണ്ട്. നോർമൽ കമ്പനികൾക്ക് 25% ഇൻകം ടാക്സ് വരുമ്പോൾ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് 15% കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ വരണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ ചെയ്യാനായിട്ട് പല കമ്പനികൾക്കും താല്പര്യം ഉണ്ടാവും. ഈ പല കമ്പനികൾക്കും ഇത് സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവണമെന്നില്ല. ഇത് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു മോഡലായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.
അപ്പോൾ ഞാൻ ഇവിടെ നിർത്താം, കുറേയധികം സംസാരിച്ചു. ഇനി ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കിടക്കാം.